ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ. കൊരിന്ത്യ ലേഖനം 1 2 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇതിനാസ്പദമാക്കി അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യം പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് താഴത്തേക്ക് ഒന്ന് നോക്കാം. ഇത് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64 അധ്യായം അതിൻ്റെ 4 വാക്യത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. നമുക്കിവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. മനുഷ്യൻ്റെ ഭൗതികമായ ഇന്ദ്രിയങ്ങൾക്കോ കണ്ണ്, ചെവി, ബുദ്ധിക്കോ ഹൃദയം ഗ്രഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ നന്മകളും അനുഗ്രഹങ്ങളുമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി നിത്യതയിൽ കരുതി വച്ചിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ വാക്യത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ നമുക്ക് താഴത്തേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ദൈവം അത് നമുക്ക് ആത്മാവിലൂടെ വെളിപ്പെടുത്തി തരുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ആഴങ്ങൾ പോലും പരിശോധിക്കുന്നു. അതായത് ഭൗതികമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി നൽകുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ വചനത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ 5 ഇന്ദ്രിയങ്ങൾക്കും കാഴ്ച, കേൾവി, സ്പർശനം, മണം, രുചി, നമ്മുടെ ചിന്താശേഷിക്കും പരിമിതികളുമുണ്ട്. നാം കാണുന്നതും കേൾക്കുന്നതുമായ ലോകത്തേക്കാൾ മനോഹരവും വലുതുമാണ് ദൈവം തൻ്റെ മക്കൾക്കായി കരുതിയിരിക്കുന്നത് എന്നാണ് ഈ വചനം പറയുന്നത്. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറമുള്ള ആത്മീയ ഐശ്വര്യങ്ങളെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ എല്ലാവർക്കുമായി ഉള്ളതല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി കരുതിയിട്ടുള്ളതാണ്. ദൈവവുമായുള്ള ബന്ധം, വിശ്വാസം, അനുസരണം എന്നിവയാണ് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അടിസ്ഥാനം. ഈ വചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തൊട്ടടുത്ത വാക്യത്തിലാണ്. അതായത് കൊരിന്ത്യ ലേഖനം 2 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ നാം കാണാം, മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നമ്മുടെ കഴിവിനേക്കാൾ ദൈവത്തിൻ്റെ കൃപയിലാണ് ഈ അനുഗ്രഹങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. ഈ വചനം പലപ്പോഴും സ്വർഗീയമായ സന്തോഷത്തെയും നിത്യജീവനെയും സൂചിപ്പിക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയിലെ കഷ്ടപ്പാടുകൾ, വേദനകൾക്കും അപ്പുറം ദൈവം തൻ്റെ ഭവനത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന മഹത്വത്തിൻ്റെ വലിപ്പമാണ് ഇവിടെ പൗലോസ് വിവരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 4 വാക്യത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യമാണ്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും നിലവിളിയും വേദനയും ഇനി ഉണ്ടാകുകയില്ല എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഒരിക്കലും ഈ ദൈവസ്നേഹം അറിഞ്ഞവരല്ല, ഈ ദൈവത്തെ അറിഞ്ഞവരല്ല. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിച്ചിരുന്നു. നാം ദൈവവചനത്തിൽ വായിക്കുന്ന ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുയേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നമ്മളെ ദത്തെടുത്തു, നമ്മളെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മന്ദമായിരിക്കുന്ന ചെവി, നമ്മുടെ ഹൃദയം അന്ധകാരം നിറഞ്ഞിരുന്ന ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ആ വലിയ സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുവാനായിട്ട് നമ്മുടെ മന്ദമായ നക്കാതുകളെ തുറന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ അന്ധകാരത്തെ നീക്കിക്കൊണ്ട് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പരമമായിരിക്കുന്ന സത്യങ്ങൾ നമ്മളെ ഹൃദയത്തിലേക്ക് അലയടച്ചുയരുന്ന പോലെ സുവിശേഷം കയറി വന്നപ്പോൾ, നമ്മളെ പിടിച്ചു കുലുക്കിയപ്പോൾ, ഈ കർത്താവിന് ഹൃദയം കൊടുത്ത
ഈ ദൈവത്തെ സ്വീകരിച്ച ദൈവത്തിൻ്റെ മകനായി തീരുവാൻ ഈ കർത്താവ് നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. ലോകം തരാത്ത, ലോകം സ്നേഹിക്കാത്ത, ലോകത്തിൻ്റെ സ്നേഹത്തിന് പരിമിതിയുള്ള ഈ കാലയളവിൽ ദൈവത്തിൻ്റെ സ്നേഹം അത് അപ്രമായമാണ്, അതിനേക്കാൾ ഉന്നതമാണ്. അത് ആകാശത്തേക്കാൾ ഉന്നതമായിരിക്കുന്ന, ഉയർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രങ്ങളാക്കി നമ്മളെ തീർത്തു. നമ്മൾ ഉത്തമഗീതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ക്രിസ്തുവും സഭയുമായിട്ടുള്ള അമേധ്യമായ ബന്ധത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് വളരെ പരാമർശിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ പകരുവാൻ, ഈ ദൈവത്തെ അറിയുവാൻ, ദൈവമക്കളായിത്തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കാണിച്ചവൻ്റെ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം. അവനെ നാം മഹത്വപ്പെടുത്താം. അവൻ്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.